യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പതുക്കെ എണീക്ക് അച്ഛമ്മ, പതുക്കെ. പിടിച്ചിട്ടുണ്ട്. അയ്യോ, സൂക്ഷിച്ചു. അമ്മേ, എന്ത് പറ്റിയത് അമ്മേ? അച്ഛമ്മ, അമ്മേ, അമ്മയ്ക്ക് വെള്ളം വേണോ? അമ്മേ, അമ്മ ഇത് എന്താ പറ്റിയേ? എന്തെങ്കിലും ഒന്ന് പറയമ്മേ. അമ്മേ, മോളെ, ഇത് പ്രഷർ താന്നാണെന്ന് തോന്നുന്നു. അമ്മ, ഞാൻ പിന്നെ നാരങ്ങ വെള്ളം കൊണ്ടുവരാം. എന്താ എന്താ അമ്മേ? അമ്മക്ക് എന്താ വേണ്ടേ? അയ്യോ, അവളിപ്പോ വരും. അമ്മക്ക് ചൂടെടുക്കുന്നുണ്ടോ? എന്താ അമ്മേ? എന്റെ അമ്മക്ക് ഇതെന്താ പറ്റിയേ? അമ്മ, അമ്മ, അയ്യോ, അമ്മ, കൊണ്ടുവാ, കൊടുക്ക്. അച്ഛമ്മ, ഇത് കുടിക്ക. അച്ഛമ്മ, കുടിക്കേ. വേണ്ടെന്നോ? അങ്ങനൊന്നും പറഞ്ഞ പറ്റില്ല, കുടിച്ചേ പറ്റൂ. വലിയ പത്രാസ് കാണിക്കാതെ വാങ്ങി കുടിക്ക അച്ഛമ്മ. അച്ഛമ്മ, പ്രഷർ താണു പോയിട്ട് എന്തെങ്കിലും പറ്റിയാലോ? ഇത് ഉപ്പിട്ട നാരങ്ങ വെള്ളം, വേഗം കുടിച്ചേ. പറയുന്ന കേക്ക് അച്ഛമ്മ. സിറിഞ്ചെടുത്ത് നിർബന്ധമായിട്ട് വായിലേക്ക് ഒഴിച്ചു തരാൻ എനിക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല. വേഗം എണീറ്റ് കുടിക്കാൻ നോക്കച്ചമ്മേ. എന്താ ചിരിക്കാൻ നിൽക്കാതെ കുടിക്കാനാ പറഞ്ഞേ. അമ്മ, ഇതൊന്ന് പിടിച്ചേ. എനിക്ക് അതൊക്കെ തലേനെ എടുത്ത് വെക്കേ. തലേനെ എടുത്ത് വെച്ചേ. ചാര. ഇനി ഇതൊറ്റ വലി, ക്ഷീണമൊക്കെ പെട്ടെന്ന് മാറിക്കോളും. കുടിക്കും. എന്തെങ്കിലും പറ്റിയാലേ നഷ്ടം ഞങ്ങൾക്കാ. അല്ലെങ്കിൽ തന്നെ ഈ പ്രായത്തിൽ ഒറ്റയ്ക്ക് പുറത്തു പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അതെങ്ങനെയാ പറഞ്ഞാ കേക്കണ്ടേ? എപ്പോഴും ചെറുപ്പമെന്നല്ലേ വിചാരം. അച്ഛമ്മേ, വന്നപ്പോ മുതൽ ചിരിക്കുന്നതാണല്ലോ. അച്ഛമ്മ ഈ ലോകത്തൊന്നും അല്ലേ. ഇത് വേഗം കുടിക്കാൻ നോക്ക്. ഇതൊന്ന് കുടിക്ക അച്ഛമ്മേ, വേഗം. ഇത് പിടിച്ചേ, പിടിക്കേ. കുറച്ചുകൂടെ കുടിക്ക. ഇനി അച്ഛമ്മ കുറച്ചു നേരം കണ്ണടച്ച് കിടന്നു. രാവിലെ പ്രഷറിന്റെ ഗുളിക കഴിക്കാൻ മറന്നൂല്ലേ, അതാ. അച്ഛമ്മ കിടക്ക. അമ്മ,
പറ്റിയേ? എന്തിനാ അമ്മ കരയുന്നേ? ഞാൻ ഇത്രയും കാലം പെരുമാറിയത് ശരിയായ രീതിയിലായിരുന്നില്ല, അല്ലേ മാധുരി? എന്താ അമ്മ ഇങ്ങനെയൊക്കെ തോന്നുന്നേ? ഞാൻ പലതും ഓർത്തില്ല. അയ്യോ, ജീനി കിട്ടിയ കുതിരയെ പോലെ എനിക്കിഷ്ടമുള്ളത് മാത്രം ഞാൻ കണ്ടു. അമ്മക്ക് എന്താ അമ്മ പറ്റിയേ? മക്കളെ പോലെ തന്നെ വേണം വന്നു കയറിയ മരുമക്കളെയും കാണാൻ. പക്ഷെ ഞാനങ്ങനെ കണ്ടില്ല. അമ്മ ഞങ്ങള് ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്നും ഞങ്ങളുടെ മനസ്സിലില്ല. പോരെ, നിന്റെ മരുമകളായി അവൾ ഇവിടെ വന്നപ്പോഴും എനിക്ക് മനസ്സിലായില്ലല്ലോ ഈശ്വര. ഇപ്പൊ എന്റെ അമ്മ ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. അമ്മ വെയിലത്ത് പോയി തളർന്നാണോ വന്നേ? ക്ഷീണിച്ചിട്ടുണ്ട്. അമ്മ കുറച്ചു നേരം കിടക്കാൻ നോക്ക്. എന്താ അമ്മ ഇത്? ദേ, വെറുതെ ഓരോന്ന് ചിന്തിക്കല്ലേ. വന്നേ, കിടക്കാൻ നോക്ക്. മോളെ, നീ ഭാഗ്യവതിയാ. അമ്മ, നിന്റെ മകന് കിട്ടിയത് ഐശ്വര്യമുള്ള കുട്ടിയാ. അവർക്ക് നല്ലതേ വരൂ. മതി, അമ്മ കിടന്നേ. പതുക്കെ. അമ്മ കിടന്നു. ആനന്ദേട്ടാ, എന്താടോ താൻ വലിയ സന്തോഷത്തിലാണല്ലോ, താൻ കാര്യം പറ. അതെ, അമ്മയ്ക്ക് എന്തോ വലിയ മാറ്റം വന്ന പോലെയാ. രാവിലെ തന്നെ പുറത്തേക്ക് പോയതായിരുന്നു. തിരികെ വന്നപ്പോ തീരെ സുഖമില്ലാതെ വന്നേ. വന്ന പാടെ തളർന്നങ്ങിരുന്നു. അയ്യോ, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാനും പൂജയും കൂടി അകത്തു കൊണ്ടുപോയി കിടത്തി. അതാണോ താൻ ഇത്രയും സന്തോഷത്തോടെ വന്ന് പറഞ്ഞത്? ഞാനൊന്ന് പറയട്ടെ ആനന്ദേട്ടാ. എന്നെയും പൂജയും കുറെ നേരം വെറുതെ നോക്കിയിരുന്നു. എന്റെ കൈ പിടിച്ചു കുറെ കരഞ്ഞു. എന്തു പറ്റി അമ്മയ്ക്ക്? ഞാൻ നോക്കിയിട്ട് വരാം. ഓ, ടെൻഷൻ ആവാതെ. അമ്മ ഇപ്പൊ നല്ല ഉറക്കത്തിലാ. ഇപ്പൊ ചെന്ന് ഉണർത്തണ്ട. കുറച്ച് നാരങ്ങകളൊക്കെ കൊടുത്തു. മുമ്പത്തെ പോലെ എന്നോട് അമ്മ സ്നേഹത്തോടെ സംസാരിച്ചു. പൂജയെ പറ്റി കുറെ നല്ല വാക്കുകളൊക്കെ പറഞ്ഞു. പൂജയെ പറ്റിയോ? അതെ, അവളെ മനസ്സിലാക്കാൻ അമ്മ വൈകിപ്പോയിന്ന്. ഐശ്വര്യമുള്ള കുട്ടിയാ അവളെന്ന്. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എനിക്കും അങ്ങനെ തന്നെ ആനന്ദേട്ടാ. എന്നാലും ഒരു തവണയെങ്കിലും അമ്മ അവളെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. എനിക്കത് മതി. അമ്മയുടെ കാര്യമല്ലേ, ഉറക്കമുണർന്ന് എഴുന്നേക്കുമ്പോ വീണ്ടും പഴയ മട്ടിലാകാതിരുന്ന ഭാഗ്യം. ഇത്തവണ അമ്മ ഉള്ളി തട്ടി പറഞ്ഞത് തന്നെയാ. ആ, എന്നാ ഭാഗ്യം. അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തേ. ഒന്ന് സോം ചെയ്തേ. ഇയാളെന്ന് വന്ന് കൊറിയർ അയക്കാൻ തന്നു പോകുന്ന മുഴുവൻ വീഡിയോ കിട്ടുമോ? സാറിന് കോപ്പി വേണോ? ആ, വേണമായിരുന്നു. തരാം. ഈ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. ശരി, നമ്പർ പറഞ്ഞു സാർ. 98 474
ഇത് സെറ്റ് ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ. അജുവേട്ടാ, എന്തിനെങ്ങനെ ചിരിക്കുന്നേ? ഞാൻ സത്യം പറഞ്ഞേ. എടോ, താൻ ശരിക്കും ഒരു പൊട്ടിയാണല്ലോ ഓർത്ത് ചിരിച്ചു പോയതാ. എന്റെ അജുവേട്ടാ അങ്ങനല്ല. എടോ, താൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടല്ലേ അച്ഛമ്മയെ കാണുന്നത്. ഞാനേ ജനിച്ച അന്ന് മുതൽ കാണുന്നതാ. അച്ഛമ്മ തന്നോട് അങ്ങനെ ഒരു അടുപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും. ഓ പിന്നെ നിങ്ങൾ വക്കീലന്മാരെല്ലാം ആ കണ്ണിലൂടെയല്ലേ കാണാൻ ശ്രമിക്കൂ. ഓഹോ, അച്ഛമ്മ ഒന്ന് സ്നേഹം കാണിച്ചപ്പോഴേക്കും താൻ എനിക്ക് എതിർകക്ഷിയായോ? അതല്ല അജുവേട്ടാ, ഞാൻ പറഞ്ഞത് കാര്യായിട്ടാ. അജുവേട്ടാ അത് വിശ്വസിക്കാത്ത. ഞാൻ എന്താ വിശ്വസിക്കണ്ടേ? അച്ഛമ്മ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയെന്നോ? എന്താ അങ്ങനെ വിശ്വസിച്ചാല്? ആഹാ, ഒരു കുഴപ്പമില്ല. പക്ഷേ അത് സത്യമാണെന്ന് ഉറപ്പിക്കാൻ മുൻ എക്സ്പീരിയൻസുകൾ സമ്മതിക്കാത്തത് കൊണ്ടാ. ഇതങ്ങനല്ല. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അറിയാതെ വരുന്ന സ്നേഹവും വെറുതെ കാണിക്കുന്ന സ്നേഹവും തിരിച്ചറിയാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. ശരിക്കും? ഓ, ചുമ്മാ കളിയാക്കാതെ. ആ ശരി, സമ്മതിച്ചു. അച്ഛമ്മ തന്നെ സ്നേഹിക്കാൻ തുടങ്ങി. പക്ഷേ എന്തിന്? താൻ അരുണിമാന്റെയും നന്ദനങ്ങളുടെയും മകളാണെന്ന് അച്ഛമ്മ മനസ്സിലാക്കിയോ? അങ്ങനെയുള്ള സൂചനകളൊന്നും കിട്ടിയില്ല. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു മനമാറ്റം? അതാ ഞാൻ ചോദിക്കുന്നേ. പ്രിയ വന്നപ്പോ അവളെ മുറിയിൽ നിന്ന് പറഞ്ഞയച്ചോ ചേട്ടാ. അതിനുശേഷം അവളെപ്പറ്റി എന്നോട് ചോദിക്കുകയും ചെയ്തു, സ്നേഹസദനത്തിൽ അവളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്നൊക്കെ. ആ അതാ പറഞ്ഞേ, അച്ഛമ്മ എന്തോ ഉള്ളിൽ വെച്ചാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. അല്ലാതെ പെട്ടെന്നൊരു ദിവസം തന്നോട് സ്നേഹം തോന്നിയിട്ടൊന്നുമല്ല. ഏതായാലും എനിക്കതൊരു വലിയ കാര്യമായിട്ടാ തോന്നിയ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അച്ഛമ്മ ചിലപ്പോ ചിലതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ പെരുമാറുന്നെങ്കിലോ? എന്നുവെച്ചാ? ഇന്ന് രാവിലെ അച്ഛമ്മ ഇങ്ങോട്ട് പോയിരുന്നു. തിരിച്ചു വന്നതിന് ശേഷം ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഇനി അഥവാ അച്ഛമ്മ പോയത് അമ്മയെ കാണാനാണെങ്കിലോ? ആ, അവിടെ വെച്ച് അമ്മ എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിലാണ് ഈ മാറ്റമെങ്കിലോ? അല്ല, എങ്കിലും അച്ഛമ്മയ്ക്ക് ഇങ്ങനെ ഒളിച്ചു വെച്ച് പെരുമാറേണ്ട കാര്യമുണ്ടോ? കോടതിയുടെയും വീട്ടുകാരുടെ മുന്നില് തെളിവും പിടിച്ച് നിൽക്കല്ലേ പ്രിയ. അതുകൊണ്ട് അമ്മ പുറത്തു വരുന്നവരെ നമ്മൾ കാത്തിരിക്കുന്ന പോലെ അച്ഛമ്മയും കാത്തിരിക്കുകയാണെങ്കിലോ? ഞാൻ ശരിക്കും അച്ഛമ്മയുടെ പേരക്കുട്ടിയാണെന്ന് എനിക്കറിയില്ലെന്നായിരിക്കും അച്ഛമ്മ ഇപ്പോഴും കരുതുന്നുണ്ടാവുക. അത് പെട്ടെന്ന് എന്നോട് പറഞ്ഞാ ഉണ്ടാവാൻ പോകുന്ന പ്രതികരണം എന്തായിരിക്കും എന്നോർത്ത് മനഃപൂർവ്വം മറച്ചു വെക്കുന്നതാണെങ്കിലോ? പറയാൻ പറ്റില്ല. അച്ഛമ്മയുടെ മനസ്സ് അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും നമ്മളത് മറച്ചു വെക്കുന്നത് ശരിയാണോ അജുവേട്ടാ? അവരോടും കൂടി നമുക്കത് പറഞ്ഞൂടെ? ആ പറയാം, സമയമായി വരുന്നു. ഇനി ഒളിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ചതിയല്ലേ? അതെ, അത് ചതിയാ, പറയാതിരിക്കാൻ പാടില്ലാത്തതാ. പക്ഷേ കൊടും ക്രിമിനലിന്റെ മനസ്സുള്ള ഒരുത്തുകൂടി താമസിക്കുന്ന വീടാ ഇത്. അവളിലേക്ക് എത്താതെ നമ്മളിത് കുറച്ച് നാളുകൂടെ സൂക്ഷിച്ചേ പറ്റൂ. പറയാടോ, ഇനി അധികം വൈകാതെ തന്നെ നമുക്ക് പറയാം. അർജുൻ കോടതിയിൽ ഹാജരാക്കിയ കൊറിയറിന്റെ പിന്നാലെ പോയാൽ കാര്യങ്ങൾ കുറെ കൂടി ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് അതിലേക്ക് എത്തിയത്. അന്നത് അർജുന്റെ വീട്ടിലേക്ക് അയച്ചത് തന്റെ ഫ്രം അഡ്രസ്സിൽ നിന്നാണെങ്കിലും അതിന്റെ പിന്നിൽ ശങ്കറാണെന്ന് നമ്മൾ സംശയിച്ചില്ലല്ലോ. എന്നെന്താ? അതിനുള്ള അവസരം അവൻ ഇതുവരെ ഉണ്ടാക്കിയില്ലല്ലോ. അതിപ്പോ ആ കടയിൽ CCTV ഉണ്ടായിരുന്നുകൊണ്ടും അവർ ഫുട്ടേജ് ഡിലീറ്റ് ചെയ്യായിരുന്നുകൊണ്ടും നമുക്ക് കിട്ടിയെന്നല്ലേ ഉള്ളൂ. ഇനി എന്താ തന്റെ പ്ലാൻ? ശങ്കറിനെ ഇനിയും വിശ്വസിച്ച് കൂടെ നിർത്താനാണോ? ഏയ്, ഒരിക്കലുമില്ല. പക്ഷേ അവനെ ഇത് വെച്ച് പൊളിച്ചടക്കുന്നതിന് മുമ്പ് അവൻ മുഖേന നമുക്ക് കുറച്ച് കാര്യം കൂടെ അറിയണോ അൻസാറേ?
ഈ കൊറിയർ അവൻ അർജുന്റെ വീട്ടിലേക്ക് അയച്ചത് പൂജയെ കൊടുക്കാനാ. പൂജയും അവനുമായിട്ട് പ്രത്യക്ഷത്തിൽ ഒരു പ്രോബ്ലം ഇല്ല. അങ്ങനെ ഒരു നീക്കത്തിന് എന്റെ പിന്തുണ കിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് ആ സമയത്ത് തന്നെ അടിക വക്കീലുമായിട്ട് അവൻ എന്റെ അടുക്കൽ വരികയും അനുവിനെ കണ്ടെത്താനുള്ള വഴിയാണിതെന്ന് എന്നെ ധരിപ്പിക്കുകയും ചെയ്തു. അതെ, താൻ എന്നത് വിശ്വസിച്ചായിരുന്നു തെറ്റ്. കുറച്ചു ദിവസമെങ്കിൽ കുറച്ചു ദിവസം പൂജയെ ജയിലിലേക്ക് എടുത്തുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും. പക്ഷേ പൂജയോട് അങ്ങനെ ഒരു വൈരാഗ്യം തോന്നേണ്ട കാര്യം ശങ്കറിനില്ല. മറ്റാരുടെയെങ്കിലും നിർദ്ദേശപ്രകാരം ശങ്കറിന് അത് ചെയ്യാമല്ലോ. തീർച്ചയായും. പക്ഷേ അതാരായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഈ ദിവസങ്ങളെല്ലാം എന്നെ അറിയിക്കാതെ അവൻ അനുവുമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോ പ്രിയയ്ക്ക് വേണ്ടിയായിരിക്കുമോ ശങ്കർ ചെയ്തിരിക്കുക? കറക്റ്റ്. എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? സ്വാഭാവികത വരുത്തുവാനായിട്ട് അനുവിന്റെ ഡ്രസ്സിന് മുകളിൽ അവൻ ചോരപ്പാട് വരുത്തി. എന്നാൽ ആ കവറിലുള്ള ചോരയുടെ ഗ്രൂപ്പ് തിരിച്ചറിഞ്ഞ അർജുൻ DNA ടെസ്റ്റിന് ഉപയോഗിച്ച അനുവിന്റെ രക്തഗ്രൂപ്പ് അല്ല അതെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തി. ചിലപ്പോ പൂജയെ അപായപ്പെടുത്താനുള്ള തിടുക്കത്തിൽ മറ്റാരുടെയെങ്കിലും ചോര അതിൽ വീഴ്ത്തിയതാണെങ്കിൽ ആയിരിക്കാം. പക്ഷേ മറിച്ചും ആവല്ലോ. കോടതിയിൽ അർജുൻ തെളിയിച്ച രക്തഗ്രൂപ്പാണ് യഥാർത്ഥത്തിൽ അനുവിന്റെ ഗ്രൂപ്പെങ്കിലോ? അതുകൊണ്ട് DNA ഫലം മാറണമെന്നില്ലല്ലോ. ഇല്ല. പക്ഷേ അതിനുപയോഗിച്ച ബ്ലഡ് സാമ്പിളിന്റെ ഗ്രൂപ്പ് തന്നെ ആയിരിക്കേണ്ട ഇതും. അതല്ല എന്നതിനർത്ഥം അനുവിന്റേതെന്ന് വരുത്തി തീർത്ത് പൂജയെ കോർണർ ചെയ്യാൻ നോക്കുക എന്നല്ലേ? ഇനി ശങ്കറാണ് പൂജയെ വകവരുത്താൻ ഇതൊക്കെ പ്ലാൻ ചെയ്തെന്ന് വെക്കാം. അതിന്റെ മോട്ടീവ് എന്താണ്? അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമെങ്കിൽ? കറക്റ്റ്. താനന്ന് എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ്സിലെല്ലാം ശങ്കറിന് റോൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ഓണക്കാലത്ത് അരുണിമയെ 2 പ്രാവശ്യം അപായപ്പെടുത്താൻ ശ്രമം ഉണ്ടായത് ഓർമ്മിക്കുന്നില്ലേ താൻ? അരുണിമയാണെങ്കിൽ അവളുടെ മകൾ പൂജയാണെന്നുള്ള സ്റ്റാൻഡിൽ നിൽക്കുന്നു. താൻ പറഞ്ഞു വരുന്നത്? അതെ സാറേ. സത്യത്തിൽ എന്റെയും അരുണിമയുടെയും മോള് പൂജ തന്നെ ആയിരിക്കോ? അവളെ അരുണിമയെ ഇല്ലാതാക്കാൻ ശങ്കർ ശ്രമിക്കുന്നത് അതുകൊണ്ടായിരിക്കോ? അങ്ങനെയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്റെ നേരെ നടന്ന ആക്സിഡന്റ്? അതെ സാറേ. ഇപ്പൊ കാര്യങ്ങൾ കുറെ കൂടെ തെളിഞ്ഞു വരുന്നുണ്ട്. എടോ, അപ്പൊ പ്രിയ എന്ന കുട്ടി? അതെ, എന്റേതാണെന്നുള്ള പേരിൽ ഞാൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ശങ്കറിന്റെ കൂടെ എനിക്കെതിരെ നിൽക്കുന്ന ഒരുവളെ തന്നെയാണ് സാറേ. എങ്കിൽ അവരെ വെറുതെ വിടരുതെന്താ? ഇതൊരു ക്രിമിനൽ ഗൂഢാലോചനയാണെങ്കിൽ ഇതിന്റെ കൂടെയുള്ള എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അതെ, അതുകൊണ്ട് തൽക്കാലം നമ്മൾ ആരുടെ മുമ്പിലും ഒന്നും അറിഞ്ഞതായിട്ട് നടിക്കുന്നില്ല. ആദ്യം ശങ്കറിനെ എനിക്ക് കാണണം. അവന്റെ വായിൽ നിന്ന് കേൾക്കണം എനിക്ക് ആ സത്യം. അയാൾ സത്യം പറയുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അത് പറയിക്കും ഞാൻ. അതിനേക്കാൾ നല്ലൊരു വഴിയുണ്ട്. ഏതായാലും ശങ്കറിന് ഇത് ഒറ്റയ്ക്കും ചെയ്യാൻ കഴിയില്ല. ശങ്കറിനെ പിടിക്കുന്ന കൂടെ നമുക്ക് ആ ഗ്രൂപ്പിനെ അടക്കം പൊക്കാൻ കഴിഞ്ഞാൽ അതല്ലേ കൂടുതൽ നല്ലത്. ശങ്കറിന്റെ തനിനിറം തനിക്ക് മനസ്സിലായെന്ന രീതിയിൽ ഒന്ന് പെരുമാറി നോക്ക്. ഉപ്പ് രുചിച്ച കുരങ്ങൻ വെള്ളം തേടി പായുന്ന പോലെ ശങ്കറിന്റെ പിന്നിൽ ആരാണോ ഉള്ളത് അയാളെ ശങ്കർ തേടി ചെല്ലും. അരുണിമ ചേച്ചിയുടെ മകളെ കൊല്ലാൻ നീയും അർജുനും കൂടി പ്ലാൻ ചെയ്തിട്ടല്ലടി അന്ന് സാക്ഷി ഇവിടെ വന്നത്. എന്നിട്ട് ആ സാക്ഷിയെ നീ ഇവിടെ ഇട്ട് കൊന്നു. അത് അനുക്കുട്ടിയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കി. എന്തിനേറെ സ്നേഹയെ വരെ വിളിച്ചു വരുത്തിയിട്ട് അഖിലിനെ വരെ ഇവിടെ ഇറക്കി വിട്ടില്ലേ? അഖിൽ പോയത് ഞാൻ കാരണമാണോ? നിങ്ങൾ ആട്ടി ഇറക്കി വിട്ടതല്ലേ? നീ കാരണമാണെന്ന് ആരും പറയില്ല. അത്ര രഹസ്യമായിട്ടാണല്ലോ നിന്റെ ഓപ്പറേഷൻസ്. ഇപ്പതാ അമ്മ വരെ നിന്നോട് സ്നേഹത്തോടെ പെരുമാറി തുടങ്ങി. അത് നിങ്ങളൊക്കെ കൂടി ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും അച്ഛമ്മയുടെ തലയില് വെളിവിന്റെ ഒരു അംശം ബാക്കിയുള്ളതുകൊണ്ടാ. കണ്ടില്ലേ കണ്ടില്ലേ, പൂച്ച പോലെ പതുങ്ങിയിരുന്നവള് ഇപ്പൊ പുലി ചീറ്റും പോലെ ചീറ്റാൻ തുടങ്ങി. മിണ്ടാതൊരു ഭാഗത്തിരിക്കായിരുന്ന പുലിയുടെ വായിലിട്ട് കുത്താൻ വന്നിട്ട് പിന്നെ ചീറുന്നേന്ന് കരഞ്ഞോണ്ട് വല്ല കാര്യമുണ്ടോ മധു ആന്റി? എനിക്കറിയാം അനുക്കുട്ടി പറഞ്ഞ തന്നെ ശരി. ഇനി അവളുടെ ജീവൻ കൂടി അങ്ങ് ഇല്ലാതാക്കണം.
അപ്പൊ ഈ വീട്ടില് ഞാൻ ഒഴികെ ബാക്കി എല്ലാവരും നിങ്ങളുടെ ഭാഗത്താവും. അയ്യോ അങ്ങനെ പറയരുത്. ഇത്രയൊക്കെ പേരെ ഇല്ലാതാക്കാനും സ്വാധീനിക്കാനും കഴിയുമെങ്കിൽ ആന്റിയും കൂടെയൊക്കെ സ്വാധീനിക്കാനാണോ ഇത്ര പാട്? അറിയാം. അങ്ങനെയാണല്ലോ എന്റെ വസന്തേണ്ണെ നിങ്ങൾ ആദ്യമേ പോക്കറ്റിലാക്കിയത്. ആ അതാണ് ആന്റിക്കപ്പൊ കാര്യങ്ങൾ അറിയാം. നന്നായിട്ട് അറിയാം. വസന്തേണ്ണ ഇപ്പൊ തന്നെ പകല് മുഴുവൻ നിന്റെ അനാഥാലയത്തിലാ. പതിയെ ഇനി നിങ്ങൾ വസന്തേടനെ അവിടെ തന്നെ ആക്കും. അവസാനം എന്നെയും നിങ്ങൾ അങ്ങോട്ട് എത്തിക്കും. എന്തിന്? അവിടെയുള്ള പാവങ്ങളുടെ മനസ്സമാധാനം കളയാനോ? ഞങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? വസന്തനങ്ങളിലെ ഞങ്ങൾ നന്നാക്കുകയല്ലേ ആന്റി ചെയ്തത്. ഒന്നുമില്ലെങ്കിലും ഇപ്പൊ പെറ്റമ്മയെ നോക്കാൻ വസന്തനങ്ങൾ തയ്യാറാവുന്നില്ലേ? പണ്ട് ആന്റിയുടെ പാവാടത്തുമ്പിൽ കിടന്ന് ആടിയിരുന്ന അങ്കിളിനെ ഞങ്ങളിപ്പോ ഒരാണാക്കി മാറ്റി. അത് തെറ്റാണോ? അങ്കിൾ ഇപ്പോഴാ ഒരാണായത്. എണ്ണം കിട്ടവളെ, എന്റെ ഭർത്താവിനെ ആണാക്കാൻ എനിക്ക് നിന്റെ സഹായം ഒന്നും വേണ്ടടി. മധു, എന്താ ഒരു ശബ്ദം കേട്ടെ? എന്താ മോളെ ഉണ്ടായേ? ചേച്ചിയുടെ പുന്നാര മരുമോള് പറഞ്ഞത് കേട്ടില്ലേ? വസന്തേട്ടൻ ഇവളൊരാണാക്കി മാറ്റിയെന്ന്. അതിനെന്താ? ഓ, നീ കണ്ടെത്തിയ അർത്ഥം എനിക്ക് മനസ്സിലായി. നിനക്ക് എങ്ങനെ ഇതൊക്കെ ഇവളോട് പറയാൻ തോന്നി എന്റെ മധു? ഇത്ര അഴുക്ക് നിന്റെ ഉള്ളിലുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അഴുക്കുള്ളത് ആരുടെ മനസ്സിലാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. സ്വന്തം കാര്യലാഭത്തിന് കാശുള്ള വീട്ടിലെ ആമ്പിള്ളേരെ പല പേരില് വല വീശി പിടിച്ച് ശീലമുള്ള ഇവളുണ്ടല്ലോ, നിങ്ങളുടെ മരുമോള് പൂജ. ഇവളുടെ ഉള്ളിലുള്ള അത്ര അഴുക്ക് ഇവിടെ വേറെ ആരുടെ ഉള്ളിലില്ല. എന്താ മോളെ? അയ്യോ, മധു മോളെ തല്ലിയോ? പറ, എനിക്കത് അറിയണം. സാരല്ലമ്മ, ദേഷ്യം വന്നപ്പോ ഞാനും ചിലത് പറഞ്ഞു പോയിട്ടല്ലേ. വേണ്ട. അതിനിങ്ങനെ അടിച്ച് കരണം പോയിക്കാണോ ചെയ്യുക? എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു പറയണം. അല്ലെങ്കിൽ അമ്മയോടോ എന്നോടോ പൂജ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് പറയണം. അല്ലാതെ എന്റെ ഭാര്യയുടെ നിരക്ക് ഇങ്ങനെ ആരും കൈ ഓങ്ങണ്ട. അതിന് ഞാൻ സമ്മതിക്കുകയില്ല. പോട്ടെ ചേട്ടാ, സാരമില്ല. മധുവിന്റെ പ്രിയ എന്തൊക്കെയോ ഓതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ദേഷ്യം. അവള് നാളെ വേറെ എന്തെങ്കിലും പറയും. അത് കേട്ടിട്ട് മോളുടെ മെക്കിട്ട് കയറാണോ വേണ്ടത്? എനിക്കറിയാം, അവക്ക് ഈ വീട്ടിൽ കയറി വരുന്ന പെണ്ണുങ്ങളോട് പണ്ടേ ഈ സ്വഭാവ. ഞാനിത് ഈ വീട്ടിൽ വന്നു കയറിയ കാലം മുതൽ അനുഭവിക്കുന്നതാ. അമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാ മധുവിന് എന്നോട് പോര് കാണിക്കാൻ പറ്റാഞ്ഞത്. ഇപ്പോ അമ്മയും കൂടെ മോളോട് സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങിയല്ലോ, അത് കണ്ടപ്പോ അവക്ക് ഹാലിളകി കാണും. സാരല്ലമ്മേ, ഏതായാലും അധികം വൈകാതെ തന്നെ ഈ കാണിച്ചതിനൊക്കെ മധുവിന്റെ പശ്ചാത്തപിക്കേണ്ടി വരും. അമ്മ നോക്കിക്കോ. അവള് അതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല മോളെ. പ്രിയയുടെ അടുത്തേ അനുക്കുട്ടിന്ന് വിളിച്ച് അവളുടെ അടുത്ത് ഒട്ടിക്കൂടാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടാ? അവള് ചേച്ചിയുടെ മോളാണെന്ന് അറിഞ്ഞതുകൊണ്ടാണോ? അല്ല. പിന്നെ പ്രിയയ്ക്കും അവക്കും ഏതാണ്ട് ഒരേ സ്വഭാവ. ആർക്കെന്ത് നടന്നാലും സ്വന്തം കാര്യം നടക്കണമെന്നുള്ള സ്വാർത്ഥതയുള്ളവരാ ഇവര് രണ്ടുപേരും. അങ്ങനെയുള്ളവരുടെ അവസാനം എങ്ങനെയാണെന്ന് മധുവാന്റി കാണാൻ പോകുന്നേ ഉള്ളൂ. സ്വന്തം കാര്യം നടക്കാൻ ഏതറ്റം വരെയും പോവാൻ മടിയില്ലാത്തവരുടെ അവസാനം ജയിലിലാണെന്ന് മധുവാന്റിക്ക് മനസ്സിലാവും. എന്നെ മധുവാന്റി തല്ലിയതാണ് ഇപ്പോഴത്തെ പ്രശ്നമെങ്കിൽ അതങ്ങ് വിട്ടേക്ക്.
എന്റെ അമ്മയുടെ അനിയത്തിയല്ലേ, സ്ഥാനം കൊണ്ട് ചെറിയമ്മയല്ലേ അപ്പോ. ഒരു തല്ലൊക്കെ തല്ലാം. മാത്രമല്ല ഞാനും ഇത്തിരി അങ്ങോട്ട് കയറി ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്. നീ ചേച്ചി അമ്മയുടെ സ്ഥാനത്ത് കാണുന്നോണ്ടാ അവളെ ചെറിയമ്മയായി കാണുന്നത്. ആ സ്ഥാനം അവള് തിരിച്ചു തരുമെന്ന് മോള് വിചാരിക്കുന്നുണ്ടോ? ആ അതൊക്കെ തന്നോളൂ അമ്മേ, അല്ലാതെ എന്ത് ചെയ്യാൻ. അരുണിമാമയെ കാണാൻ പോയി തിരിച്ചു വന്നപ്പോ അച്ഛമ്മയുടെ സ്വഭാവം മാറിയത് കണ്ടില്ലേ? അതുപോലെ മധു ആന്റിയുടെ സ്വഭാവം മാറും. ഇത്രയും കാലം അരുണിമ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നിട്ടും അവളുടെ സ്വഭാവം ഒന്നും മാറിയിട്ടില്ലല്ലോ. അന്ന് കാര്യങ്ങൾ എല്ലാവർക്കും തെളിഞ്ഞു കിട്ടിയില്ലായിരുന്നല്ലോ. ഇന്ന് അങ്ങനെയല്ല കാര്യങ്ങള്. എന്ത് കാര്യം? എന്താടാ അത് പറയാല്ലേ പൂജ? രണ്ടും കൂടി എന്തോ എന്നോട് മറക്കുന്നുണ്ട്. ആ മനഃപൂർവ്വം മറിച്ചതല്ല അമ്മേ, പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിട്ടില്ല, അതുകൊണ്ടാ. എന്താ മക്കളെ പ്രശ്നം? ഇനി എന്ത് കുഴപ്പ സംഭവിക്കാൻ പോന്നേ? ഏയ് പ്രശ്നമൊന്നും അല്ലമ്മേ, ഇതൊരു നല്ല കാര്യമോ. പക്ഷേ എല്ലാവരോടും തുറന്നു പറയാൻ സമയമായില്ലെന്ന് മാത്രം. എന്നോട് പറയാൻ നിങ്ങൾക്ക് സമയം കാലമൊക്കെ നോക്കണോ? അമ്മയോടും അച്ഛനോടും പറയണമെന്ന് പൂജ നിർബന്ധം പിടിച്ചതാ. പക്ഷേ ഞാനാ തടസ്സം നിന്നത്. കാര്യം ഞങ്ങൾ പറയാം. പക്ഷേ കേസ് കഴിഞ്ഞ് അരുണിമാൻറ്റി പുറത്തിറങ്ങുന്നത് വരെ അമ്മ ഇത് ആരോടും പറയരുത്. ഇട എന്തോ ഇത്രയും വലിയ രഹസ്യം? വലിയ രഹസ്യം തന്നെ അമ്മ. മാസങ്ങൾക്ക് മുമ്പേ അറിഞ്ഞിട്ടും പൂജയോട് പോലും ഞാൻ മറച്ചു വെച്ച രഹസ്യം. പൂജ ഈ വീട്ടിലെ മകളാ. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞ, കുഞ്ഞിലെ എനിക്ക് വേണ്ടി അച്ഛനും അമ്മയും അരുണിമാൻറ്റിയോടും നന്ദനങ്ങളിനോടും പറഞ്ഞുറപ്പിച്ച അനുമോൾ. ആക്സിഡന്റിൽ നഷ്ടപ്പെട്ടെന്ന് കരുതിയ ആശ്രമത്തിലെ വിശ്വാസ സാർ എടുത്ത് വളർത്തിയ യഥാർത്ഥ അനുമോള് പൂജയാണ്, പ്രിയയല്ല.